എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണക്കച്ചെമ്മീൻ കറിയാണ് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെമ്മീനിന് അതിൻ്റെ തല കളഞ്ഞിട്ട് അതിൻ്റെ ഉടൽ മാത്രമല്ലേ ഇത് നന്നായി കഴുകിയിട്ട് വരച്ച് എന്നിട്ട് ചെറിയ തീയിലിട്ട് വെറുതെ ചീനച്ചട്ടിയിലിട്ട് ഇങ്ങനെ വറുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കിളിങ്ങനെ സൗണ്ട് ആവണ വരെ ആകുമ്പോൾ നിർത്തിയിട്ടാണ്. ഇനി ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. ഞാൻ ചട്ടിയിലേക്ക് ഇട്ടു കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ 2 കതിര് വേപ്പില, ഒരു മാങ്ങ കഷ്ണങ്ങളാക്കിയത്, പച്ചമുളക് കേട്ടോ, 3 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ. അത് ചതച്ചതാണ് കേട്ടോ, ഇഞ്ചിയും ചുവന്നുള്ളിയൊക്കെ കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ ടീസ്പൂണ് മുളകും പൊടി കേട്ടോ. പിന്നെ മഞ്ഞളിൻ്റെ പൊടി ഒരു ചെറിയ ടീസ്പൂണ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് വേവാൻ ആവശ്യം. ഇനി ഇത് തീ കത്തിക്കാട്ടോ നമുക്ക്. ഇത് നന്നായി തിളച്ച് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ചുവന്നുള്ളി, തരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരയ്ക്കണം കേട്ടോ. ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടാ. അപ്പം നമുക്ക് ഇവിടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ. അപ്പം ഇത് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ ഒഴിച്ചു കേട്ടോ. ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പൊക്കെ ഇടാം കേട്ടോ. എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പം ഞാൻ ഉപ്പിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തിളയ്ക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഓഫാക്കട്ടെ തീയെ. ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത്, 2 കതിര് വേപ്പില ഇടാം കേട്ടോ. അതൊന്ന് മൂത്ത് വെക്കാം കേട്ടോ. ഉള്ളി മൂത്തുണ്ട്. അപ്പം നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. ഇതിലേക്ക് ചെറിയാട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കിട്ടാ. ഇത് ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് ഉണ്ടാക്കുക. ഇവിടെ ഞങ്ങൾ മല്ലിപ്പൊടി ഒന്നും ഇടില്ല. എൻ്റെ അമ്മ അങ്ങനെ ഉണ്ടാക്കുക. അതുപോലെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടാ.